ഹലോ ഇന്ന് ഞങ്ങളെ വീഡിയോയുമായി വന്നിരിക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ കൂട്ടുകാരെ നമുക്കിന്ന് ഒരു ഇടിച്ചക്ക വറക്കാൻ പോകാം. ഇടിച്ചക്കയും കൊണ്ട് ഫ്രൈ ഉണ്ടാക്കുക. കുറച്ച് ഒച്ചത്തിൽ പറഞ്ഞാലേ കേൾക്കുള്ളൂ. ഇടിച്ചക്ക ഫ്രൈ ഉണ്ടാക്കാനാണ് ഞങ്ങളിന്ന് ചക്ക വറക്കാൻ വേണ്ടി പോവാണ്. അതിനിവിടെ ചക്ക പ്ലാവേൽ കുറേ ചക്ക ഉണ്ട്. ഇടിച്ചക്ക പറിക്കാനാണ് എങ്ങനെ കിട്ടും നോക്കും. ഇടിച്ചക്ക പറിക്കാൻ എങ്ങനെ കയറും പറ. ഇതാടി ആ കോലും കൊണ്ട് പച്ചയിൽ കെട്ട് എന്നിട്ട് അരിഞ്ഞെടുക്കാം. എൻ്റെ മുകളിൽ കാരണം കവടി ഉണ്ടെങ്കിൽ തരാൻ പറ്റുമോ? എന്ത് വള്ളി ഈ ചക്ക പറിക്കട്ടെ. അതിലേക്കും കുറച്ച് വലിയത് നോക്കി പറിക്കടി, എന്നാൽ വേഗം വേഗമുള്ളൂ. അതായിട്ടില്ല. ആയാ അവിടെ ഇരിക്കട്ടെ. രണ്ടെണ്ണം കിട്ടിയേ. ഇതാ ഇത് നിനക്ക് കവടിയിൽ കയറി പറിക്കാൻ പറ്റുമോ? രണ്ട് പോരെ? രണ്ട് മതി. ഒന്നും കൂടി പറിക്കടി, എനിക്കൊന്നും വേണം. ഇവിടെ എത്തണ്ടേ ഇവിടെ പറിക്കാൻ പറഞ്ഞിട്ട്. താഴത്തെ ചക്ക കുറേ ചക്കയുണ്ട് ഇതില്, പക്ഷേ മുകളിലാണ് ചക്കകൾ കിടക്കുന്നത്. ഇതാ ഇവിടെ ഉണ്ട്. തോട്ടി വേണം. തോട്ടി ഉണ്ടെങ്കിൽ പറിക്കരുത്. ഇതെല്ലാം പറഞ്ഞു കഴിക്കുന്നുണ്ടോ? മേലോട്ടുണ്ട് ചക്ക. അടി വലിയത് നോക്ക്. ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ പറിക്കാൻ ആള് വേണം. അല്ലെങ്കിൽ പിന്നെ കവടിയുള്ള കൊമ്പെടുക്കണം. അങ്ങനെ കൊമ്പെടുത്ത് അടുത്ത് കിട്ടാ. അങ്ങനെ കൊമ്പെടുത്ത് കിട്ടാ. നല്ല ഇറങ്ങണേ. പറിക്കാൻ പറ്റുന്നു. ഇത് പറിച്ചു കൊമ്പ്. ഈ കൊച്ചുങ്ങള് നോക്ക്, എന്തിനാ വെറുതെ തോട്ടത്തെ കൂടി ഞങ്ങളെ പുറകെ വരുന്നേ. ഇത് കുത്തി നോക്ക്, അതിന് ചത്തട്ടെ. ചൂടുണ്ട്. നല്ല കുടിക്കണം. ഞാൻ ആ ചെറിയ കത്തിയാണ് നോക്കുന്നേ. ഇത് കാണില്ലേ? ചെത്തി എൻ്റെ കൂഞ്ഞി വേഗം എടുക്കാനാണ് പണി. കൂഞ്ഞ് നമ്മൾ വരണ്ടല്ലേ കൂഞ്ഞ്. എൻ്റെ കൂഞ്ഞല്ലേ ഇതിനെങ്ങനെയാ അവര് പറയുന്നത്? വേഗം നല്ല ഇത് മഴയുള്ള ചക്കാണ്. കുഴപ്പമൊന്നുമില്ല. തോന്നുന്നുണ്ട് മഴ. ഈ ചക്ക എനിക്ക് ഭയങ്കര ഇത് വേഗം വേവുള്ള ചക്കയാണ്. പഴഞ്ചക്കാണോ?
എൻ്റെ ചെരുപ്പിലേക്ക് മെളഞ്ഞു വീഴേ. നിങ്ങളെന്തിനാ ചക്ക തുടക്കി വെളഞ്ഞ് തുടച്ചോളല്ലേ. ഇത് പറഞ്ഞ പഴം പച്ചപ്പഴം കൊലയിൽ പോയി കളിക്കണേ. കൊശവത്തി അങ്ങനെ വരുന്നത് അത് രണ്ടും അങ്ങനെ എന്തൊരു വശാരുണ്ട്. തുടങ്ങും വല്ലാതെ ഇടിച്ചക്ക ഫ്രൈ. എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ. ഇടിച്ചക്ക ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. കഷ്ണങ്ങളാക്കി ഇടട്ടെ. ഇന്നലെ ആരും കാവിന് പോയിട്ടില്ലല്ലേ? മഴ കാരണം ഇന്നലെ നല്ലൊരു മഴ. രാവിലെ 12 മണിക്ക് ശേഷം നല്ല മഴയാണ്. നനഞ്ഞ് രാത്രി 2 പ്രാവശ്യം മഴ പെയ്തേ. ഒന്ന് വൈകുന്നേരം പിന്നെ ഒന്ന് രാത്രി 12. വൈകുന്നേരം പെയ്ത മഴ എഴുന്നേൽത്തും വരുമ്പോൾ അവരൊക്കെ നനഞ്ഞ്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കയറിയിരുന്ന് അത്ര കാലം നിന്നിട്ട് മഴ. ഇന്നലാണ് കാവിന് മഴ പെയ്യും. ഇത് വേറെ പെയ്തിട്ടില്ല. ഫസ്റ്റിൽ പെയ്താണിത് കാവില് മഴ. കാവില് ഫസ്റ്റിലൊന്നല്ല, അങ്ങനെ അല്ലാന്ന് 2-3 വർഷം നമ്മളെ ശ്രീരാമക്ഷേത്രത്തെ പെയ്യുന്ന മഴയാണ് കാവില് പെയ്തത്. ശ്രീരാമക്ഷേത്രത്തെ ഫസ്റ്റ് മഴ പെയ്യണം. കൊല്ലപ്പുറം പെയ്തില്ല. നമ്മള് ശ്രീരാമനവമി അത് കാണല്ലോ. അത് കാണണം. എപ്പോഴായാലും എല്ലാ വർഷവും വിഷു എടുത്തിട്ടല്ലേ പരിപാടി. ശ്രീരാമനവമി കാണിച്ചാണ് ഉത്സവം. നിങ്ങളിത് വാരിക്കള, ഞങ്ങൾ മുറിച്ചിടാം. അത് രണ്ടും ശ്രീനാരായണ. പിന്നെ ഇവളൊക്കെയുണ്ട് ചിന്നി പെണ്ണ്. അവര് ഡാൻസ് ഉണ്ട്. അതന്നല്ലേ എഴുന്നേൽത്ത് പോയി കളിക്കുന്നത്. എഴുതെടുത്തിട്ട് ഒപ്പാണ് കളിക്കുന്നേ. ഏത് ചിന്നു ശ്രീജ കുഴപ്പമില്ല കളി. കളിച്ചോണ്ട് എഴുന്നേൽത്ത് ലക്ഷ്മീന്റെ മോള്. ലക്ഷ്മീന്റെ മോള് താഴെ വീട്ടിലെ. മുട്ടുമെന്ന് അത്രയ്ക്കും ചെറുതാക്കുന്നേ. എല്ലാം ഒരേ ഇതിൽ ഇതാക്കുക, അല്ലെങ്കിൽ പകുതി വേവും പകുതി വേവൂല. ഇങ്ങനെ അത്ര വലുപ്പത്തില് വാടി കിട്ടുവോ? മുരിഞ്ഞു കിട്ടുവോ? മുരിഞ്ഞു കിട്ടിയാ മതി. അത് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ പുഴുങ്ങിയിട്ട് ഇതാക്കിയാ മതി. അപ്പൊ അതിന്റെ എണ്ണ അധികാവൂല. അല്ല, എണ്ണ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും എല്ലാം കുഴക്കാം അല്ലേ? കുഴച്ചിട്ട് വറക്കാം. പച്ച വേവുന്നതിനേക്കാൾ വേഗം വേവ്. അതല്ല ആര് വരണ്ട, പച്ചക്കാണ് വേവ് കൂടുതൽ. വേവ് അപ്പൊ വെള്ളം കയറി പോകുന്ന അങ്ങനെ വെള്ളം. അതിന് നമ്മള് നന്നായിട്ട് വാർത്തെടുത്തിട്ട് അടച്ചോയില്ലാത്തല്ലേ? എന്ത് ചക്ക വലിയൊക്കെ ചക്ക എവിടെ അടിയിൽ എവിടെ ഈ മല് അതിലുണ്ടോ? ഉണ്ടെങ്കിൽ പോയി പറിച്ചോ.
നല്ലതൊക്കെ അത് നല്ല തന്നെ ആയിരിക്കും. അങ്ങനെ അതിലധികം അങ്ങനെ ഉണ്ടായിട്ടില്ല, പറിച്ചിട്ടില്ല നമ്മൾ ഇതുവരെ. ഞാൻ ആ ചക്കൻ്റെ കാര്യമൊക്കെ മറന്നേക്കുന്നു. ഈ ചക്കല ഒരു ദിവസം നമ്മൾ കണ്ടില്ലേ, എന്തൊരു കൂടെ ചോറൊക്കെ വെച്ചപ്പോ മാത്രല്ലേ അതന്നെ അത് ഈ പെണ്ണ് ഇത് കാണുമ്പോ വന്നിട്ട് അങ്ങനെ ഞാൻ വിരുന്നിന് വരുമ്പോല്ലേ, മൂത്തിട്ട് ഇതുവരെ തിന്നിട്ടില്ലല്ലോ. വിരുന്നിന് വരുമ്പോ അതന്നെ മൂത്തത് തൊട്ട് അല്ല, പക്ഷെ മൂത്തിട്ട് ഇതുവരെ തിന്നിട്ടില്ലല്ലോ. ഇടിച്ചക്ക ഫ്രൈ. ഇടിച്ചക്ക മുറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്ര ഇടിച്ചക്ക ഉണ്ട്. അതിൻ്റെ അകത്ത് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കി എടുക്കുക. ഇതിൻ്റെ അകത്ത് ഉപ്പ്, മഞ്ഞൾ, ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, മുളക് പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ കൊടുക്കുന്നത്. സ്പൂണില്ലല്ലോ, ഇത്ര മതിയോ? ഒരു സ്പൂൺ, ഒരു സ്പൂൺ പോരത് കുറയില്ലേ? ഒരു സ്പൂൺ പോരെ, 2 സ്പൂൺ, 2 സ്പൂണ് രണ്ടെണ്ണം മതി തോന്നല്ലേ. മുളക് പൊടി, പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ട്, പിന്നെ പാകത്തിന് ഉപ്പിട്ടല്ലേ? ഉപ്പിട്ടില്ലല്ലോ. ഉപ്പിട്ടിട്ടില്ല. നാരങ്ങൻ്റെ അകത്ത് ഇപ്പുറത്തതായി 1 സ്പൂൺ. ഇത്ര ഇടണോ? 1 സ്പൂൺ ഉപ്പ്. മതിയാകും. കുറഞ്ഞോ? പിന്നെ ഈ പൊടി എന്തുകൂടി ഇത് കുറച്ചിടണം. ഇതൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോൺഫ്ലവർ, കോൺഫ്ലവർ, ഇനി കുഴയ്ക്കാം. ആയോ? അല്ല പുഴയാണോ? തന്നെയാ. ഇടിച്ചക്ക വറുത്തെടുത്തത് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ വറുത്ത് നോക്കണേ, വറുത്ത് കഴിച്ച് നോക്കണേ. നല്ല വറുത്ത് റെഡിയാക്കിയതാണ്. ഇതിൽ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കോൺഫ്ലവർ, മൈദ ഇതൊക്കെ കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ച് വെച്ചിട്ടാണ് ഞങ്ങളിത് എണ്ണയിലിട്ട് വറുത്ത് റെഡിയായി. ഇതൊന്ന് കഴിച്ച് നോക്ക്. ടേസ്റ്റ് എന്താ ടേസ്റ്റ്? ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് ചോറിനും കൂട്ടാം, വൈകുന്നേരത്തെ ചായക്ക് കടിയാക്കാം. കുറച്ചേ ഉള്ളൂ, ഞങ്ങൾക്ക് 3 വീട്ടിലേക്ക് കുറേശ്ശെ എടുക്കണം. വൈകുന്നേരം കൊണ്ട് ചായ കുടിക്കാം. ഇതാണ് ഞാൻ എടുക്കാൻ വേണ്ടി ഒരു കവറ് ഒരുക്കുന്നുണ്ട്. റെഡിയാക്കിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ടാറ്റാ. ഇതിലേക്ക്